നമുക്കേ ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് അങ്ങ് പോയാലോ? നല്ല ചൂടൻ സുഖീനും ചായയും കുടിച്ചിട്ട് അങ്ങ് കയറിയാലോ മലയിലേക്ക്? ചായ കുടിക്കാം. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു, പക്ഷെ ഓയിലാണല്ലോ എല്ലാം. പോവാം. അങ്ങനെ ഒരു പണി, ഈ ഓയിലാണെങ്കിൽ നീ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. എനിക്കാകുമ്പോൾ പിന്നെ ഫാറ്റൊന്നും ഇല്ലല്ലോ, എനിക്കാകുമ്പോൾ ഇച്ചിരി ഫാറ്റൊക്കെ ഉണ്ടല്ലോ. എനിക്കും കഴിക്കണേ, നീ ഇറങ്ങി വന്നേ, മേടിച്ചു തരാന്നല്ലേ പറഞ്ഞത്. ബാ എന്തൊക്കെ സ്വിഗ്ഗിയുണ്ട്, സ്വീറ്റ് പൊറോട്ടയുണ്ട്. ചായ വേണോ കാപ്പി വേണോ? ചായ വേണം, കാപ്പി വേണം. കാപ്പി റസ്ക് ഉണ്ട്, സുഗിയനുണ്ട്, സ്വീറ്റ് പൊറോട്ടയുണ്ട്, ദിൽകുഷൻ, എല്ലാം മധുരം എണ്ണയുണ്ടല്ലോ. എന്ത് തിന്നു? ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ തിന്നുന്നില്ല. വേണേ ഇപ്പം എടുത്ത് കഴിച്ചോട്ടോ, ഞാൻ എടുത്ത് കഴിക്കാം. ഇല്ല, ഞാൻ നോക്കുന്നില്ല അങ്ങോട്ട്. എൻ്റെ അടുത്ത് ഞാൻ എടുത്ത് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ കഷ്ടമുണ്ട് കേട്ടോ. നമ്മളൊരു ഡയറ്റ് നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ നോക്കണം, അല്ല നോക്കാൻ പോകരുത്. നോക്കിയാൽ നല്ല ഉരുണ്ട, നല്ല മഞ്ഞ കളറിൽ, നല്ല ചെറുപയറൊക്കെ, നല്ല ശർക്കരയൊക്കെ ഇട്ട്. എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെ ഒന്നും കുലുങ്ങുന്ന ആളല്ല, എനിക്ക് വേണ്ട. ഉറപ്പിച്ചാ? ഉറപ്പാണല്ലോ? ഉറപ്പാ. എനിക്ക് തരാതെ തിന്നുവാണോ? ആഹാ, സൂപ്പർ മധുരം. എനിക്ക് തിന്നുവാ, എനിക്ക് വരാതെ. അതിനകത്ത് അപ്പടി എണ്ണ അതുകൊണ്ട് കഴിക്കണ്ട. അത്രയ്ക്ക് എണ്ണയൊന്നും ഇല്ലാന്നാണ്. ഇതൊരു കണക്കിന് ഹെൽത്തിയാ, ചെറുപയറല്ലേ, പ്രോട്ടീൻ. ഞാൻ തിന്നും. ഇതെന്ത് കഷ്ടമാണ്, ഒരു സുഖം പോലും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. നീ ഇതെടുത്തോണ്ട് വന്നാണല്ലോ ഇടിമടി. ആർത്തി പണ്ടാരം വലിയ ഡയറ്റാണ്, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് തീറ്റ കണ്ടില്ലേ? നല്ല സൂപ്പർ സുഖീനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നത് തന്നെ. അടിപൊളി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അറിയായിരുന്നു ഡയറ്റും ഒന്നും നടക്കില്ല, ഇത് ഞാൻ 2-3 മേടിച്ച് തിന്നുന്നുള്ളത്. ആക്ച്വലി നമ്മൾ മിസ് ചെയ്യുന്നത് ബിനിച്ചേട്ടൻ്റെ പഴംപൊരിയാണ് കേട്ടോ, സൂപ്പർ പഴംപൊരിയാണ്. പക്ഷേ ഇന്ന് സുഖീനും സൂപ്പറാണ്. പരിപ്പൊടി നല്ല. ഇനി വേണോ ഒരെണ്ണം പിടിച്ചോണേ കയ്യിൽ? ആ, ഇങ്ങനൊരു സാധനം. കേട്ടോ, 2 കോഫിയാണ്. എനിക്കൊരു കോഫിയും. സാധാരണ അങ്ങനെ തന്നെയാണ്, അതിൽ അതിശയമൊന്നുമില്ല. നമുക്ക് 2 ചായയും അല്ലെങ്കിൽ 2 കോഫി, എനിക്കൊരു കോഫി. ചേട്ടാ ഇതൊക്കെ എഴുതി വെച്ചോണം കേട്ടോ, 3ാമത്തെയാണ്. എണ്ണം വേണം. വന്നപ്പോൾ ഡയറ്റാണോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളാ. ഇതൊരു ഭയങ്കര ഡയറ്റായി പോയിട്ടോ. അതെ, അത് വയലേക്ക് ഇട്, എന്നിട്ട് മിണ്ടായിരിക്കും. ഒരാൾ സുഖം തിന്നുന്ന തീറ്റ കണ്ടിട്ട് ചേട്ടൻ ഒരു പ്ലേറ്റും കൂടെ കൊണ്ടു കൊടുക്കും. അവൾ വായിക്കാത്ത പോണേക്കാളും കൂടുതൽ പുറത്തേക്കാണ് സാധനം പോകണം. ഇവിടെ കുറച്ച് ചോറും കൂടെ വിളമ്പിയാലും, ചോറും പയറും ഇച്ചിരി അച്ചാറും കൂടെ ഒരു ഊണായിട്ട് ഇങ്ങനെ കഴിക്കാം. വെറുതെ അല്ല എനിക്ക് തികയാത്ത 2 സുഖം മേടിച്ചിട്ട്, ഇതല്ല അവസ്ഥ. അതെ, വായിക്ക് ഓട്ടയൊന്നുമല്ലല്ലോ. എനിക്ക് ഈ പുറത്തെ ഇതില്ലേ, ഈ മഞ്ഞ കളറിലുള്ള, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ആണോ? വേണോ ഞാൻ പറഞ്ഞോടെ? 4ാമത്തെ സുഖം വേണോ? പൊതിഞ്ഞ് മേടിക്കാം, വീട്ടിൽ പോയിട്ട് കഴിക്കാതെ. അതെ. അയ്യോ, ഡയറ്റ് എന്ന് പറഞ്ഞിറങ്ങിയ ഒരാള് തടിച്ചു അതുപോലെ ആവും. ഉണ്ട പോലെ, ബോണ്ട പോലെ, അല്ല സുഖം പോലെ. ഇമ്മാതിരി തീറ്റല്ല അതിനാണ്, പിന്നെ എങ്ങനെ ആകാതിരിക്കണേ? കഴിച്ചോ, ഇപ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. വയറ് നിറച്ച് കഴിച്ചോ. എനിക്ക് കൊതിയാന്ന് പറഞ്ഞിട്ട് ഒരു കൊതി എന്താ വെട്ടുകേക്ക് തിന്നാൻ പോയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, മുഖമൊന്നും കണ്ടേ. ഈ സാധനം ഒരു കുഴപ്പമില്ല അല്ലേ? ഈ സാധനം പണ്ട് മുതൽ എൻ്റെ ഫേവറേറ്റ് സാധനം. ഇത് ഞാൻ വന്നപ്പോൾ കണ്ടില്ലായിരുന്നു. സുഖീൻ്റെ മഞ്ഞ കളർ കാരണം ഇത് കണ്ടില്ലായിരുന്നു. എനിക്കും ഫേവറേറ്റ് ഇതൊക്കെ. അത് കളയല്ലേ, ഇത് ആക്രാന്തം കാണിക്കല്ലേ. കണ്ടോ, അവനവന് കൊതി വന്നാൽ എന്ത് വേണേലും തിന്നാവേ. വേറെ ഉള്ളവർ തിന്നുമ്പോൾ അത് പ്രശ്നമാണ്. എന്ത് സോഫ്റ്റാന്ന് നോക്കി. എനിക്കെന്താ ഒരു പ്രശ്നം. തരാൻ ഒന്ന് അടങ്ങാന്ന് ഞാനൊന്ന് ഫീൽ ചെയ്തിട്ട്. എങ്ങനെയുണ്ട്, നല്ലതാണോ? അത്ര നല്ലതല്ല. വേദന എടുക്കുന്ന സൂപ്പറാണോടാ? സൂപ്പർ, അടിപൊളി. അതും
ഒരു ദിൽഖുഷ് വാങ്ങിയാലോ? വൈകിട്ട് ഇവിടെ നല്ല സൂപ്പർ കപ്പ ഇറച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിക്കും. ശരിയാണല്ലോ, നേരത്തേക്ക് സെറ്റാവും വയറ്. ഒരു ദിൽഖുഷാണ് വേണോ? വേണേ ഒന്നും പൊതിഞ്ഞെടുക്കാം, നമുക്ക് പറമ്പിൽ പോയിരുന്ന് കഴിക്കാം. അതെ. പിന്നെ സുഖീനില്ല കേട്ടോ. ഇവിടെ വരുന്ന ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി കറക്റ്റ് എണ്ണത്തിനനുസരിച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ ഒരാൾക്ക് ഒരെണ്ണം വെച്ചാൽ ഈ 2 എണ്ണം വെച്ചു. ഇവിടെ ഒരാൾ വന്നിട്ട് 4 എണ്ണൊക്കെ തന്നെയാണ്. ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു സുഖീനെ കഴിക്കണ്ടേ? ഇതൊക്കെ എവിടുന്ന് വരുന്നു? അപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. വെട്ടുകൾക്ക് അടിപൊളിയായിരുന്നു. സുഖീൻ സൂപ്പറായിരുന്നു. കോഫിയും സൂപ്പറായിരുന്നു. കാലത്ത് ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റില്ല. കാണിച്ചിങ്ങോട്ട് ഞാൻ ഇച്ചിരി ചൂടാറിയിട്ട് കുടിക്കാന്ന് ഓർത്തോണ്ടിരുന്നത്. അന്നേരം അതും എടുത്തു. അതെ, ഒരു സാധനം ഇവിടെ വെക്കാൻ പാടാത്ത അവസ്ഥയാണ്. ഞാനിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഓർമ്മ പറ. ഹെവിയല്ല, ചേട്ടന്മാർ വിചാരിക്കും ഇതൊക്കെ എവിടുന്ന് കുറ്റം പറിച്ച് വരുന്നുണ്ട്. ടൗണിൽ നിന്ന് മല കയറാൻ വരുന്ന സാധാരണ നേരെ തിരിച്ചല്ലേ. ഇവിടുന്ന് വരുന്നവർക്ക് ഇച്ചിരി വിശപ്പും ദാഹമൊക്കെ കൂടുതലായിരിക്കില്ല. ഇത് നേരെ ഒരു പട്ടണ പിശാച് ടൗണിൽ നിന്ന് വന്നേക്കാണ്. ഇവിടെയുള്ള മനുഷ്യർക്കൊന്നും കൊടുക്കേണ്ട, എല്ലാം വലിച്ചൊരു തിന്നുവാണേ. ഇനി ഒരു 2 സൂര്യങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഇനി എന്തൊരു ആൾക്കാരോട് വരാനുള്ള. നമുക്ക് ഇപ്പൊ തന്നെ മേടിച്ചാലോ, ആൾക്കാർ കൊണ്ടുപോകുന്നതിന് മുമ്പ്. ഈ ചൂടത്തൊരു ചൂട് കോഫീനെ കുടിക്കുമ്പോഴല്ലോ എന്തൊരു സുഖമല്ലേ. അതിൻ്റെ കൂട്ടിന് തന്നെ ചൂടത്ത് ചൂട് കോഫി, ചൂടത്ത് തണുപ്പ് കുടിക്കുമ്പോഴല്ലേ എന്തൊരു രസം വരണ്ടേ. അതെന്നാണ് എനിക്കും പിടിയിട്ടില്ല. എനിക്ക് എന്ത് തണുപ്പ് ചൂടുന്നൊന്നുമില്ല, എന്ത് കിട്ടിയാലും എനിക്കിഷ്ടം. നീ വല്ല വിരയുടെ ഗുളിക മേടിച്ച് കഴിച്ചു നോക്ക്. അതെ, എന്നെ കളിയാക്കിയത് മതി.